أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين في أموالهم حق معلوم للسائل والمحروم والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മാരിജിലെ 24 മുതൽ 28 കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം. വല്ലദീന യാതൊരു കൂട്ടരാണ് അവർ. ഫീ അംവാലിഹിം അവരുടെ ധനത്തിൽ അഥവാ അവരുടെ സമ്പത്തിൽ ഹഖ്ഖുൻ അവകാശമുണ്ട്, മാലൂം ഒരു നിശ്ചിത ഭാഗം. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മാലൂം തീർച്ചയായും തങ്ങളുടെ സമ്പത്തിൽ നിശ്ചിത അവകാശം തീർച്ചയായും നീക്കി വെക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് അവർ, നീക്കി വെച്ച വിഭാഗമാണ് അവർ. ലിസ്സായിലി വൽ മഹ്റൂം. ലിസ്സായിലി ചോദിച്ചു വരുന്ന ആളുകൾക്ക്, വൽ മഹ്റൂം സമ്പത്ത് തടയപ്പെട്ട ആളുകൾക്കും. ലിസ്സായിലി വൽ മഹ്റൂം ചോദിച്ചു വരുന്നവർക്കും സമ്പത്ത് നിഷേധിക്കപ്പെട്ട ആളുകൾക്കും അഥവാ സമ്പത്തില്ലാത്തവർക്കും വേണ്ടി അവകാശങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം നീക്കിവെച്ചവരാണ് ഈ വിശ്വാസികൾ. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. വല്ലദീന യുസദ്ദിഖൂന സത്യമായി അംഗീകരിച്ചവരാണ് അവർ. ബിയൗമിദ്ദീൻ പ്രതിഫല നാളിന്. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ പ്രതിഫല നാളിനെ സത്യമായി അംഗീകരിച്ചവരുമാണ് ഈ വിഭാഗം. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. വല്ലദീന ഹും യാതൊരു കൂട്ടരാണ് ഇവർ. മിൻ അദാബി റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെക്കുറിച്ച് മുശ്ഫിഖൂൻ പേടിക്കുന്നവരാണ്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ് അവർ. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ. ഇന്ന അദാബ റബ്ബിഹിം തീർച്ചയായും അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഗൈറു മഅമൂൻ ഭയപ്പെടേണ്ടതില്ലാത്ത ഒന്നല്ല, മഅമൂനല്ല, പേടിക്കാതിരിക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ തീർച്ചയായും അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷ പേടിക്കാതിരിക്കേണ്ട ഒന്നല്ല. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഇദാ മസഹു ശർറു ജസുഅ വ ഇദാ മസഹു ഖൈറു മനുഅ. വല്ല ദോഷവും വന്നാൽ വല്ലാതെ ഭയപ്പാടുണ്ടാകുന്ന, എന്നാൽ നന്മ വല്ലതും കിട്ടിയാൽ മറ്റാർക്കും കൊടുക്കാതെ സ്വന്തം ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ്. അവരിൽ നിന്ന് ഒഴിവായത് നമസ്കാരത്തിൽ നൈരന്തര്യം, കൃത്യത പുലർത്തുന്ന, സ്ഥിരമായി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമാണ്. ആ നമസ്കാരക്കാർ വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ഒരു നിശ്ചിതമായ വിഹിതം അവര് നീക്കിവെക്കുന്നവരാണ് സ്വന്തം സമ്പത്തിൽ. ലിസ്സായിലി വൽ മഹ്റൂം ചോദിച്ചു വരുന്ന ആളുകൾക്കും അതുപോലെ സമ്പത്ത് തടയപ്പെട്ടവർക്കും ദരിദ്രരായ ആളുകൾക്കുമൊക്കെ. ഇത് സക്കാത്തിനെ സംബന്ധിച്ചാണ് പറയുന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. നിശ്ചിതമായ വിഹിതം 2.5%, അതേപോലെ തന്നെ കൃഷി ഇനങ്ങളാണെങ്കിൽ 10%, 5% ഒക്കെ ആയിട്ടുള്ള ഭാഗം ദരിദ്രരായ ആളുകൾക്കും, അതേപോലെ തന്നെ ചോദിച്ചു വരുന്ന സമ്പത്തില്ല, എൻ്റെ കാര്യം വളരെ പരിഗണനയിലാണ് എന്ന രൂപത്തിൽ
വല്ലാതെ വിഷമം സഹിക്കുന്ന ആളുകൾ പുറത്തിറങ്ങി ചോദിക്കേണ്ടി വരാറുണ്ട്. ആ തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നിശ്ചിത വിഹിതം സ്വന്തം സമ്പത്തിൽ നിന്ന് മാറ്റിവെക്കുന്നവരാണ് നമസ്കാരത്തിൽ നൈരന്തര്യമുള്ള ഈ സത്യവിശ്വാസികൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, മാത്രമല്ല പ്രതിഫല നാളിനെ, അങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്ന് സത്യപ്പെടുത്തുന്നവരാണവർ, ശരിയായി അംഗീകരിച്ച ആളുകളാണവർ. മാശറയും പുനരുദ്ധാരണ നാളുമൊക്കെ തന്നെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ തന്നെ ഉണ്ടാകുമെന്നും ഈ ലോകത്തെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ ജയാപജയങ്ങൾ നിശ്ചയിക്കപ്പെടുകയും സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് വളരെ ശക്തമായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അവർ. അതിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുത്തവരുമാണ് അവർ. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതിനെ ഭയപ്പെടുന്നവരാണ് അവർ, ഈ ആളുകൾ. അതായത് അള്ളാഹു കൽപ്പിച്ച നിർബന്ധ ബാധ്യതകൾ ഉപേക്ഷിക്കാൻ പാടില്ല, ഉപേക്ഷിച്ചാൽ അള്ളാഹു പിടികൂടും എന്ന് ഭയക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ അവൻ നിഷിദ്ധമാക്കിയ പാപങ്ങൾ ചെയ്തു പോകുന്നുണ്ടോ എങ്കിലും അള്ളാഹു പിടിച്ച് ശിക്ഷിക്കും. അത്തരം തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുന്നവരുമാണ് ഈ വിശ്വാസികളായ നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഭയപ്പെടാതിരിക്കേണ്ട ഒന്നല്ല, പേടിക്കാതിരിക്കേണ്ട ഒന്നല്ല, അത് വരുമ്പം കാണാം എന്ന് വിചാരിക്കാൻ പറ്റുന്ന നിസ്സാരമായി കരുതേണ്ട ഒന്നുമല്ല. ബാധ്യതകൾ അനുഷ്ഠിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തവരെ സംബന്ധിച്ച് അത് പേടിക്കാനില്ല. എങ്കിലും മറിച്ചുള്ള ആളുകൾ, പാപത്തിൽ മുഴുകിയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ നിസ്സാരമായി കരുതുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് പോലും ശരിയായ വിശ്വാസമില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടത് തന്നെയാണ് പരലോക ശിക്ഷ എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അത്തരം ശിക്ഷകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ശാശ്വത സ്വർഗത്തിൽ ഇടം നൽകി നമ്മളെല്ലാവരെയും, നമ്മളെയും നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളെയും ഗുരുവന്യരെയും സ്നേഹജനങ്ങളെയും ഒക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അനുഗ്രഹം നൽകുകയും ചെയ്യട്ടെ. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.